ജിമ്മിൽ പോയിട്ടും റിസൾട്ട് ഇല്ലെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നോട് ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട്, ഞാൻ 6 മാസം ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ 1 വർഷം കണ്ടിന്യൂ ജിമ്മിൽ പോകുന്നുണ്ട്, നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നല്ല ഹെവി ആയിട്ട് നല്ല ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എൻ്റെ ബോഡിയിൽ ഒരു റിസൾട്ടും കാണുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കാണാത്തതെന്ന് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് കറക്റ്റ് രീതിയിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള രീതിയിൽ ഞാൻ അവർക്ക് അതിനുള്ള ഉത്തരം ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ടെക്നിക്കൽ പരമായിട്ടും അതേപോലെ പ്രോപ്പർ ഫോമിലും അല്ലായിരിക്കും അവർ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് റിസൾട്ട് കിട്ടാത്തത്. ഇപ്പം ജിമ്മിലേക്ക് വരുന്ന പുതിയ ആൾക്കാർക്കും അല്ലെങ്കിൽ ഇപ്പം വർക്കൗട്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആൾക്കാർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പം നിങ്ങളെ ഫ്രണ്ട്സ്, ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്ത് അഭിപ്രായം, ഫിറ്റ്നസ് പരമായിട്ടുള്ള എന്ത് അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അതിന് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് മാത്രം ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും ഫോളോ വേണ്ട. നിങ്ങൾക്ക് നല്ലൊരു ബോഡി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു ബോഡി, നല്ല ഫിറ്റ്നസ് പരമായിട്ടുള്ള നല്ലൊരു ബോഡി, മസ്കുലർ ആയിട്ടുള്ളൊരു ബോഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒട്ടും റിസൾട്ട് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ 3 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ സപ്ലിമെൻ്റ് എടുക്കാനോ, ഈ പറയുന്ന പോലെ മെഡിസിൻ കുത്തിവെക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പോകാനോ ഒന്നും നിൽക്കണ്ട. ഞാൻ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊരു 1 മാസം അല്ലെങ്കിൽ 2 മാസം അത് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ 3 കാര്യം എന്ന് പറഞ്ഞുതരാം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ലിഫ്റ്റിങ്. അപ്പം ഈഗോ ലിഫ്റ്റിങ് ഇപ്പം പുതുതായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈഗോ ലിഫ്റ്റിങ് കൊണ്ട് നടക്കത്തില്ല. അപ്പം പുതുതായിട്ട് വന്ന് ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഈഗോ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവർ ജിമ്മിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഇവിടെ കുറച്ച് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അവർ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ നേരെ വന്നിട്ട് കണ്ടതൊക്കെ എടുത്തിട്ട് വാരി വലിച്ച് ഭയങ്കര ഹെവി ആയിട്ടങ്ങ് അടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇപ്പം പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പം പുള്ളിക്ക് ഒന്നും അറിയത്തില്ലെന്നുള്ളൊരു തോന്നല് ഇപ്പം അത് അവിടെ അപ്പുറം നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ പേര് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അപ്പം മെയിനായിട്ട് നിങ്ങൾ ഈഗോ ലിഫ്റ്റിംഗ് ഒഴിവാക്കുക. ഇപ്പം അടുത്തിരിക്കുന്ന ഒരാളൊരു 25 കിലോ ഇട്ട് അല്ലെങ്കിൽ 35 കിലോ ഇട്ട് ഒരു ബൈസെപ്സ് കേൾ അടിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തോട്ട് വന്നിട്ടൊരു 50 കിലോ, അയാൾക്ക് പറ്റത്തില്ലെങ്കിലും അടുത്തിരിക്കുന്ന ആൾ കാണാൻ വേണ്ടിയിട്ട് ഒരു 50 കിലോ ഇട്ട് അടിക്കും. പറ്റാത്തൊരു എനർജി എടുത്തിട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഉള്ള എനർജിയും പോവും. അപ്പം കൈ ഓടിയും, ഈ പറയുന്ന പോലെ ലിഗമെന്റും വലിയും, മസിൽ പെയിനും ഉണ്ടാവും. പിന്നെ ബൈസെപ്സിന് 1 മാസത്തേക്ക് വർക്കൗട്ട് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാവും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് വർക്കൗട്ടാണെങ്കിലും നിങ്ങൾ ഈഗോ ലിഫ്റ്റ് ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. ഈഗോ ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനം ജിമ്മിലോട്ട് വരുമ്പോഴത്തേക്ക് ആ സാധനം വെളിയിൽ കളഞ്ഞിട്ട് നിങ്ങൾ കയറി വരിക. അപ്പം അടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന ആളെ നിങ്ങൾ നോക്കേ വേണ്ട. നിങ്ങൾ പൈസ കൊടുത്ത് പൈസ മുടക്കി 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ജിമ്മിൽ നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തി 1 മണിക്കൂർ നിങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ അടുത്തൊരാൾ എന്ത് വർക്കൗട്ട് ചെയ്യുന്നു, അടുത്തൊരാൾ എങ്ങനെ ചെയ്യുന്നു, അത് നിങ്ങൾ നോക്കുകയേ ചെയ്യരുത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈഗോ ലിഫ്റ്റ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ പ്രോഗ്രസീവ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളെ മസിൽ ഗ്രോത്തിനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് സ്ലോ പ്രോഗ്രസീവ്. ഇപ്പം പുതിയതായിട്ട് ജിമ്മിലോട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. അപ്പം അവർ വന്നിട്ട് മിക്കുള്ള ആൾക്കാരും ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാറില്ല. ട്രെയിനേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നത് അവർക്ക് എന്തോ ഭയങ്കര ഒരു ഈഗോ പോലെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതും ഒരു ഈഗോ ലിഫ്റ്റിൽ പെടുന്നൊരു സംഭവമാണ്. അപ്പം ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഈഗോ പോലെ എന്തോ ഒരു മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് ഒരു കരുതുന്നത്. അപ്പം അവർ വന്ന് യൂട്യൂബിൽ കുറേ റീൽസ് ഒരു കാരണപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ യൂട്യൂബ് വീഡിയോസ് കണ്ട് നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യരുത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് തുടങ്ങുക. അതൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള വർക്കൗട്ടാണ് അവർ ചെയ്യുന്നത്. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന 1-2 വർക്കൗട്ട്, ഒരുപാട് ഫാൻസി വർക്കൗട്ടുകൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ജിമ്മിൽ വന്നിട്ട് ഡെയിലി ഫാൻസി വർക്കൗട്ട് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു റിസൾട്ടും ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ജിമ്മിലേക്ക് വരുന്ന ഒരു ബിഗിനർ ആയിക്കോട്ടെ, ഇപ്പം കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ സ്ലോ പ്രോഗ്രസീവ് വേണം വർക്കൗട്ട് ചെയ്യാൻ. ഇപ്പം നിങ്ങളൊരു
ബൈസെപ്സ് സ്കേൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം അപ്പ് ചെയ്തിട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് ഇറക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മാക്സിമം പതിയെ ഹോൾഡ് ചെയ്ത് ഇറക്കുക. അതുപോലെ എല്ലാം ഇപ്പം ബാക്കിൻ്റെ വിങ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ലാറ്റ് പുള്ളും വലിക്കുന്ന സമയത്ത് ചിലർ വലിച്ചങ്ങ് വിടുന്ന കാണാം. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ വിടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാത്തത്. നിങ്ങളൊരു 6 മാസം ഒരു വർഷമൊക്കെ ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വർക്കൗട്ടിൽ നിങ്ങൾ സ്ലോ പ്രോഗ്രസീവ് കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ സ്ലോ പ്രോഗ്രസീവ് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഒരു 2 മാസം 3 മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങളുടെ ബോഡിയിൽ കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ഓവർലോഡാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജിമ്മിലേക്ക് വരുന്ന ഒരുപാട് പേർക്ക് അറിയത്തില്ല. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ജിമ്മിലേക്ക് വന്നിട്ട് നിങ്ങളെ ട്രെയിനറെ അടുത്ത് ചോദിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഒരുപാട് പേര് ഇപ്പം ഇന്നത്തെ കാലത്ത് ജിമ്മിൽ പോയി ചേർന്നതിന് മുമ്പേ കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് അവർ പോയി കയറുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും ആ ടെക്നിക് സൈഡോ അല്ലെങ്കിൽ ആ പ്രോപ്പർ ഫോമോ മനസ്സിലാവണമെന്നില്ല. ചില ആൾക്കാർക്ക് അത് മനസ്സിലാവും, ചില ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അപ്പം മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രെയിനറുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞൊരു സാധനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ വർക്കൗട്ടിൽ നിങ്ങളെ മസിൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു മസിൽ റിക്കവറി ആയിക്കോട്ടെ, മസിൽ ഗ്രോത്തിനെ ആയിക്കോട്ടെ, എന്തിന് നിങ്ങൾ ഉദ്ദേശിച്ച് എന്താണോ അത് നടക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടക്കത്തുള്ളൂ. റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ 3 കാര്യം നിങ്ങൾ ഫോളോ ചെയ്യണം. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ ബൈസെപ്സിൻ്റെ ഫസ്റ്റ് വീക്ക് ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 5 കിലോ, എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു 5 കിലോ വെയിറ്റാണ്. ഒരു 5 കിലോ വെയിറ്റ് 3 സെറ്റ്, ഓരോ സെറ്റിലും ഒരു 12 വെച്ചോ അല്ലെങ്കിൽ ഒരു 8 വെച്ചോ ഒരു 10 വെച്ചോ റെപ്പ് അടിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ബൈസിൻ്റെ വർക്കൗട്ട്, അടുത്ത എന്നാണോ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് വരുന്നത് ആ സമയത്ത് നിങ്ങൾ കഴിഞ്ഞ വട്ടം 5 ഇട്ടത് അതിപ്പം അല്ലെങ്കിൽ ഒരു 5 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് വെയിറ്റും കൂടെ നിങ്ങൾക്ക് എത്ര ആണോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു 7.5 ഒരു 2.5 വെയിറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കുറേശ്ശെ പതിയെ വെയിറ്റ് ലോഡ് കൊണ്ടുവരുന്നതിനെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. പതിയെ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് ഓവർലോഡ് എന്ന് പറയുന്നത്. അതും ഓരോ ആഴ്ചയിലും. ഇപ്പം എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണമെന്നല്ല. ഇപ്പം ഫസ്റ്റ് ഡേ നമ്മൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റ് ഒരു 10 kg എടുക്കണമെങ്കിൽ അടുത്ത ബൈസെപ്സിൻ്റെ വർക്കൗട്ടിൻ്റെ അന്ന് നമ്മളത് 12.5 kg എടുക്കും. ഒരു ഡമ്പലാണ്, ഒരു സൈഡിൽ ഡമ്പലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വെയിറ്റ് പതിയെ പ്രോഗ്രസീവ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മസിലിന് കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പിംഗ് ഉണ്ടാവും, മസിൽ ഗ്രോത്ത് ഉണ്ടാവും, ഡെവലപ്പിംഗ് ഉണ്ടാവും, മസിലിന് കുറച്ചുകൂടെ മസിൽ ബോൺസിനൊക്കെ ഡെൻസിറ്റി ഉണ്ടാവും. അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് നല്ല അടിപൊളിയൊരു ബോഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 6 മാസം കൊണ്ട് സപ്ലിമെൻറ്റോ മറ്റോ കാര്യങ്ങളോ എടുത്തുണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ബോഡി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പം ഇതറിയാത്ത നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കുറേ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ആരും ഫോളോ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. ഇതിന് വലിയ നമ്മൾ പൈസ മുടക്കുകയോ അല്ലെങ്കിൽ ഈ സപ്ലിമെന്റ് മേടിക്കുന്ന പോലെ പൈസ മുടക്കിയുള്ള പരിപാടിയോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള, നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. അപ്പം ഇതറിയാത്ത നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക.